അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്ത് ചിന്തയ്ക്കായി 27 സങ്കീർത്തനം 11 വാക്യം നമുക്ക് വായിക്കാം. യഹോവേ, നിൻ്റെ വഴി എന്നെ കാണിക്കണമേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് നാം കേട്ടത്. ടീച്ച് മീ യുവർ വേ ഓ ലോർഡ് ആൻഡ് ലീഡ് മീ ഓൺ എ ലെവൽ പാത്ത് ബിക്കോസ് ഓഫ് മൈ എനിമീസ് എന്നാണ് ഇതേ വാക്യം ഇംഗ്ലീഷ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹോവേ, നിൻ്റെ വഴി എന്നെ കാണിക്കണമേ, അഥവാ ടീച്ച് മീ യുവർ വേ ഓ ലോർഡ് എന്ന് പറഞ്ഞാൽ ദൈവം പ്രസാദിക്കുന്ന ലൈഫ് സ്റ്റൈൽ അഥവാ ജീവിത രീതി എന്നെ കാണിക്കണമേ അഥവാ പഠിപ്പിക്കണമേ എന്ന് സാരം. മനുഷ്യർ അനേകം വഴിയിൽ കൂടി യാത്ര ചെയ്യാറുണ്ട്. എന്നാൽ മിക്കപ്പോഴും പരാജയം മാത്രമായിരിക്കും ഫലം. കാരണം യാത്ര തുടങ്ങുമ്പോൾ വളരെ മനോഹരമാണ്, സന്തോഷപ്രദമാണ് എന്ന് ചിന്തിച്ചിരുന്നെങ്കിലും യാത്രാ മധ്യേ വലിയ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ വഴി ഉപേക്ഷിച്ച് എവിടെ നിന്നും പുറപ്പെട്ടുവോ അവിടേക്ക് മടങ്ങി വന്ന് വീണ്ടും മറ്റൊരു വഴി പരീക്ഷിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റുപറ്റാത്ത വഴി തിരഞ്ഞെടുക്കണമെങ്കിൽ നല്ല വഴി തിരഞ്ഞെടുക്കുവാൻ കഴിവുള്ള ദൈവസന്നിധിയിൽ തന്നെ അഭയം പ്രാപിക്കണം. ചില വ്യക്തികൾ ഭൂമിയിലെ പല അനുഗ്രഹങ്ങളും കൈവശമാക്കുവാൻ നെട്ടോട്ടം ഓടുന്നത് കാണുവാൻ കഴിയും. എന്നാൽ ദൈവവചനം അതിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: ഒരു അവകാശം ആദിയിൽ ബന്ധപ്പെട്ട് കൈവശമാക്കാം, അതിൻ്റെ അവസാനമോ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയില്ല. സദൃശവാക്യങ്ങൾ 20 അധ്യായം 21 വാക്യത്തിലാണത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം കൈവശമാക്കുന്ന അവകാശം ദൈവവചനം അനുശാസിക്കുന്നത് പോലെ ഉള്ളതാണെങ്കിൽ അത് അനുഗ്രഹിക്കപ്പെടാതിരിക്കുകയില്ല എന്നതിന് ദൈവവചനം തന്നെ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. കാരണം അത് ദൈവത്തിൻ്റെ വഴിയാണ്. ദൈവവചനം അനുസരിച്ചുള്ള അവകാശമാണ് അത്. എത്ര നഷ്ടം വന്നാലും മറ്റൊരാളെ വഞ്ചിക്കുവാനോ ചതിക്കുവാനോ ദൈവവചനം ആരെയും അനുവദിക്കുന്നില്ല. ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണെന്ന് 18 സങ്കീർത്തനം 30 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ വഴിയിലേക്ക് ഒരു ശാപവും കയറി വരികയില്ല. സങ്കീർത്തനക്കാരൻ 27 സങ്കീർത്തനം 11 വാക്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, നിൻ്റെ വഴി എന്നെ പഠിപ്പിക്കണമേ എന്ന്. ദൈവം അവനും നമുക്കും മറുപടി തരികയാണ്. സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് 25 സങ്കീർത്തനം 9 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാപ്രവചനം 30 അധ്യായം 21 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും. ദൈവത്തിൻ്റെ ഈ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ദൈവഭയം നമുക്ക് അത്യാവശ്യമാണ്. ദൈവഭയമുണ്ടെങ്കിൽ മറിച്ചൊന്നും ചിന്തിക്കാതെ നേരായ പാതയിൽ നാം യാത്ര ചെയ്യും. ഇവിടെ നേരായ പാത എന്ന് ഞാൻ ഉദ്ദേശിച്ചത് തെറ്റായ പാതയല്ലാത്ത പാത എന്നാണ്. ദൈവം വെറുക്കുന്ന പാതയ്ക്കാണ് നാം മുൻപ് കേട്ട ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം യാത്ര ചെയ്യുവാനായി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന പാതയിൽ നിന്നും വ്യതിചലിച്ച് മറ്റൊരു ജീവിത രീതി നാം അവലംബിച്ചാൽ നിശ്ചയമായും ദുർഘടങ്ങളിൽ പ്രതിസന്ധികളിൽ ചെന്നായിരിക്കും നമ്മുടെ യാത്ര അവസാനിക്കുന്നത്. നാളുകൾക്ക് മുമ്പ് ഒരു കള്ളനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. ആ കള്ളൻ ബിടെക് എഞ്ചിനീയറായിരുന്നു. പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ 50 ലക്ഷം രൂപ ബാങ്കിൽ കൊള്ള ചെയ്ത് കൈവശം വെച്ചിരുന്നു. അതിനാണ് അവനെ അറസ്റ്റ് ചെയ്തത്. നല്ല വിദ്യാഭ്യാസം ഉള്ള അവനോട് പോലീസ് ചോദിച്ചു, നീ എന്തിനെ മോഷണം നടത്തി? നല്ല ശമ്പളമുള്ള ജോലി നിനക്ക് ലഭിക്കുമായിരുന്നുവല്ലോ. അതിന് മറുപടിയായ കള്ളൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: സാർ, ഞാൻ ഗൾഫിൽ 3 ലക്ഷം രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. ഒരു മാസം മുഴുവൻ കഠിനാധ്വാനം ചെയ്താലേ ആ തുക അവർ എനിക്ക് തരുമായിരുന്നുള്ളൂ. എന്നാൽ നിസ്സാര സമയം കൊണ്ട് 50 ലക്ഷം രൂപ കൈവശം വരുവാൻ ഈ ബാങ്ക് കൊള്ള കൊണ്ട് എനിക്ക് കഴിഞ്ഞു. അവൻ ജയിലിലായി എന്ന കാര്യം പറയേണ്ടതില്ലല്ലോ. ഒരു മാസം മുഴുവൻ കഷ്ടപ്പെട്ട് 3 ലക്ഷം സമ്പാദിക്കുന്നതായിരുന്നു ആ വ്യക്തിക്ക് നല്ലത്. കാരണം അത് ദൈവത്തിൻ്റെ വഴിയായിരുന്നു. നിസ്സാര സമയം കൊണ്ട് 50 ലക്ഷം മോഷ്ടിച്ചെങ്കിലും അതുമൂലം അവൻ്റെ മാന്യതയും തൊഴിലും നഷ്ടമാവുകയും ജീവിതം നരകതുല്യമായി ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്തു. നല്ല ഭാവിയും കുടുംബജീവിതവും അവന് ഇല്ലാതായി. തന്നെയല്ല, സമൂഹത്തിൽ അവനൊരു കള്ളൻ എന്ന പേര് സമ്പാദിച്ചു. ഇതിനേക്കാളും മാരകമായ തെറ്റുകളാണ് നാം ബൈബിൾ അനുവദിക്കാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മിൽ നിന്നും വന്നു പോകുന്നത്.
വിഗ്രഹത്തെ ഉണ്ടാക്കുകയും വണങ്ങുകയും ചെയ്താൽ നിത്യനരകത്തിൽ വീഴുന്ന പാപമാണ് അത് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. സഹോദരനെ മൂട എന്ന് വിളിച്ചാൽ ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ നാം വീഴേണ്ടി വരുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. സഹോദരനെതിരെ ഹൃദയത്തിൽ ദോഷം ചിന്തിക്കുന്നത് ദൈവം വെറുക്കുന്ന പാപമാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഞാൻ മറ്റുള്ളവരെക്കാൾ കേമനാണെന്ന ചിന്ത നമ്മിൽ വന്നാൽ ലൂസിഫർ ചെയ്തതിനേക്കാളും വലിയ പാപമാണത്. ലൂസിഫർ ചെയ്ത തെറ്റ് അവൻ അത്യുന്നതിന് സമനാകുമെന്ന് പറഞ്ഞതാണ്. അത് നിഗളം കൊണ്ടായിരുന്നു അവൻ പറഞ്ഞത്. മറ്റുള്ളവരെക്കാൾ നാം മിടുക്കന്മാരാണ് എന്ന ചിന്ത മറ്റുള്ളവരെ അവർ ചെറിയവരാണെന്ന് വിധിക്കുന്നതിന് തുല്യമാണ്. പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായവിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം സഹോദരനെ അവൻ എന്നേക്കാൾ കുറഞ്ഞവനാണെന്ന് വിധിച്ചാൽ, അല്ലെങ്കിൽ സഹോദരനേക്കാൾ നാം മികച്ചവനാണെന്ന് ചിന്തിച്ചാൽ, നാം യേശുവിനെ അവൻ്റെ സിംഹാസനത്തിൽ നിന്നും ഇറക്കി വിടുന്നതിന് തുല്യമായ പാപമാണത്. എന്ത് തന്നെയായാലും നാം എന്ത് ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ദൈവം അനുവദിച്ചിട്ടുള്ള വഴിയിലൂടെയാണോ അഥവാ ജീവിത രീതിയാണോ നാം അവലംബിക്കുന്നത് എന്ന് നാം ചിന്തിക്കണം. നാം വഴിയിൽ വെച്ച് പട്ടുപോകാതെ കർത്താവ് നമ്മെ ലക്ഷ്യത്തിൽ എത്തിക്കുവാൻ ദൈവവചനം നാം അനുസരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ആത്മീക മരണത്തെയാണ് ഞാനിവിടെ പട്ടുപോകുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കിയത്. ആകയാൽ 27-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. യഹോവേ, നിന്റെ വഴി എന്നെ പഠിപ്പിക്കണമേ. കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അവൻ്റെ വഴി പഠിക്കുകയും ആ വഴിയിൽ കൂടി മാത്രം യാത്ര ചെയ്യുകയും ചെയ്തുകൊണ്ട് നമുക്ക് നിത്യജീവനാവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങേ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ അങ്ങേ തിരിച്ചറിയുവാൻ തക്ക ഹൃദയം അങ്ങ് അവർക്ക് കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മ ശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.